ഐ നീഡ് വാട്ടർ, ഐ വോണ്ട് ഐസ്ക്രീം. എന്താ ഇതിന്റെ രണ്ടിന്റെ അർത്ഥം? അതെ, എനിക്ക് വെള്ളം വേണം, എനിക്ക് ഐസ്ക്രീം വേണം. ശരിയാണ്, രണ്ടിന്റെ അർത്ഥം വേണം എന്ന് തന്നെയാണ് അല്ലെ. നീഡിന്റെയും വാണ്ടിന്റെയും അർത്ഥം വേണം എന്ന് തന്നെയാണ്. പക്ഷെ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന്, രണ്ടിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്കിന്ന് നോക്കാം ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യമായ കാര്യങ്ങൾ കാണില്ലേ, അതിനാണ് നമ്മൾ നീഡ് യൂസ് ചെയ്യുക. അതായത് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ നീഡ് യൂസ് ചെയ്യുക. അത്രയും അത്യാവശ്യമായിരിക്കും ആ കാര്യം നമ്മുടെ ലൈഫിൽ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ് ഐ നീഡ് വാട്ടർ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഐ നീഡ് വാട്ടർ, അതായത് എനിക്ക് വെള്ളം വേണം. നമുക്കത് അത്യാവശ്യമാണ്, ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അപ്പൊ അതിന് ഐ വാണ്ട് വാട്ടർ എന്ന് പറയാതെ നമ്മൾ ഐ നീഡ് വാട്ടർ എന്നാണ് പറഞ്ഞത് അല്ലേ. അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ശരീരം തളരുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് ആ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് സ്ലീപ്പ് അല്ലെ, ഉറക്കം. നമ്മൾ ഐ വാണ്ട് സ്ലീപ്പ് എന്നാണോ ഐ നീഡ് സ്ലീപ്പ് എന്നാണോ പറയാ? യെസ്, ഐ നീഡ് സ്ലീപ്പ് ആണല്ലേ. വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഐ നീഡ് സ്ലീപ്പ് എന്ന് പറയണ്ടേ. ഇനി ഐ നീഡ് ടു റീച്ച് ഹോം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വളരെ അത്യാവശ്യമായിട്ട് എത്തണം, അതല്ലേ അതിൻ്റെ അർത്ഥം. ഐ നീഡ് ടു റീച്ച് ഹോം, അതായത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, വീട്ടിലെത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ അത്യാവശ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നീഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അനിവാര്യ ഘട്ടത്തിൽ നമുക്കൊരാവശ്യം അല്ലെങ്കിൽ ഒരു സഹായം ഒരാളെടുത്ത് നിന്ന് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യാം? ഐ നീഡ് യുവർ ഹെൽപ്പാണോ ഐ വാണ്ട് യുവർ ഹെൽപ്പാണോ? ഐ നീഡ് യുവർ ഹെൽപ്പാണ് അല്ലേ. കാരണം അത് നമ്മുടെ ലൈഫിൽ അത്രയും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത്. ഇനിയിപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, ഒരു 5 മിനിറ്റ് എനിക്ക് അധികം വേണം ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നീഡ് യൂസ് ചെയ്യാം അല്ലേ. ഐ നീഡ് 5 more minutes എന്ന് പറയാം. അതായത് ആ ഒരു 5 minutes കിട്ടിയിട്ടുണ്ടെങ്കിലേ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു 5 minute എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഐ നീഡ് എന്ന് പറയുന്നത്. ഐ നീഡ് 5 more minutes. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല നീഡ്, നമുക്ക് വളരെ അനിവാര്യമായി അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് നീഡ്. അപ്പൊ എന്തായിരിക്കും വാണ്ടിന്റെ ഉപയോഗം? നമുക്ക് ഒരു സാധനത്തിനോട് ഒരു കൊതി തോന്നുമ്പോൾ, ഒരു ഇഷ്ടം തോന്നുമ്പോൾ, ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഐ വോണ്ട് ആൻ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് അതെന്താ, അത് അത്യാവശ്യമായ കാര്യമൊന്നുമല്ല, അതെന്റെ ഒരു ആഗ്രഹമാണ്, എന്റെ ഒരു കൊതി കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എനിക്ക് എന്ത് പറയാം? ഐ വോണ്ട് ആൻ ഐസ്ക്രീം എന്ന് പറയാം. അപ്പോൾ ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്റെ ഒരു കൊതി കാണിക്കാൻ വേണ്ടി, ഒരു ആഗ്രഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോണ്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും ഐ വാണ്ട് ടു ട്രൈ ദാറ്റ് ബിരിയാണി എന്ന് പറയാം അല്ലെ. ഐ വാണ്ട് ടു ട്രൈ ദാറ്റ് ബിരിയാണി, അതായത് അതിന്റെ ഒരു ആഗ്രഹമാണ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. ഐ വോണ്ട് ടു വാച്ച് എ മൂവി ആണോ ഐ നീഡ് ടു വാച്ച് എ മൂവി ആണോ? ഏതാ വരിക? ഏതാ നിങ്ങൾക്ക് തോന്നുന്നത്? ഐ വോണ്ട് ആണല്ലേ, നമ്മുടെ ഒരു ആഗ്രഹമാണ്, എനിക്കൊരു സിനിമ കാണണം, ഐ വോണ്ട് ടു വാച്ച് എ മൂവി. അപ്പൊ ഇനി വേണം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ അത് ആവശ്യമാണോ ആഗ്രഹമാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അപ്പൊ ഞാൻ പറയാണ് എനിക്ക് വണ്ടി സൂക്ഷിച്ചോടിക്കണം, അത് ആവശ്യമാണോ ആഗ്രഹമാണോ? ഏതാണ്? ആവശ്യമാണ്, അത്യാവശ്യമാണ് അല്ലെ. ഐ നീഡ് ടു ഡ്രൈവ് കെയർഫുള്ളി എന്ന് പറയാം. ഐ നീഡ് ടു ഡ്രൈവ് കെയർഫുള്ളി, ഐ നീഡ് ടു ഡ്രൈവ് കെയർഫുള്ളി. പക്ഷെ യാത്രക്കിടെ എനിക്ക് കുറച്ച് പാട്ട് കേൾക്കണം എന്ന് തോന്നിയാൽ അത് ആവശ്യമാണോ അതോ ആഗ്രഹമാണോ? ആഗ്രഹമല്ലേ അല്ലേ. നമുക്ക് എന്ത് പറയാം? ഐ വാണ്ട് ടു ലിസൺ ടു സം മ്യൂസിക് എന്ന് പറയാം. ഐ വാണ്ട് ടു ലിസൺ ടു സം മ്യൂസിക്. എന്താ പറയണ്ടേ? ഐ വാണ്ട് ടു ലിസൺ ടു സം മ്യൂസിക്. അങ്ങനെയെങ്കിൽ എനിക്കൊരു ചുവന്ന കാറ് വേണം എന്ന് നമ്മൾ എങ്ങനെ പറയും? എനിക്കൊരു ചുവന്ന കാറ് വേണം. അതുപോലെ എനിക്ക് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും?